ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മറ്റൊരു റെസിപ്പി ആയിട്ടാണ്, വാഴയ്ക്ക മുരിങ്ങയില തോരൻ. സോ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വാഴയ്ക്കയാണ്, പിന്നെ മുരിങ്ങയില, ചെറിയുള്ളി, പച്ചമുളക്, തേങ്ങ, നല്ല ജീരകം, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഉഴുന്ന്, എണ്ണ, ഉപ്പ്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വാഴയ്ക്ക വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇതിനായി 1/4 മുറി തേങ്ങ, 2 പച്ചമുളക്, 4 ചുവന്നുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഴയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 2 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അരപ്പും വാഴയ്ക്കും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ച് ഇതിനകത്തോട്ടുള്ള വറവ് റെഡിയാക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് ഉഴുന്നും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളി, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഇനി വറവ് നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വാഴയ്ക്ക മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.